ഏറ്റവും മനോഹരമായ ഒരു ശബരിമല തീർത്ഥാടന കാലം കഴിഞ്ഞുപോയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ. ഒരു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്ത ഒരു തീർത്ഥാടന കാലം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതാ അടുത്ത ശബരിമല കാലത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ശബരിമലയുടെ വികസനത്തിന് 1033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വടക്കേനട അലങ്കാര ഗോപുരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റുമാനൂർ ബൈപ്പാസിനോട് ചേർന്ന് ഭക്തജന കൂട്ടായ്മയിലാണ് അലങ്കാര ഗോപുര നിർമ്മാണം നടന്നത്. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 1033 കോടിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി മന്ത്രി വി.എൻ. വാസവൻ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ പുതിയതായി നിർമ്മിച്ച അലങ്കാര ഗോപുര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമെല്ലാം പുതിയ വികസനം ഉറപ്പാക്കാൻ വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിച്ചു. ഗവൺമെൻറ് തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ 8 സോണുകളായി തരംതിരിച്ച് നടപ്പാക്കുമ്പോൾ ശബരിമലയിൽ 778 കോടി രൂപയുടെ വികസനവും പമ്പയിൽ 255 കോടി രൂപയുടെ വികസനവുമാണ് പുതിയ മാസ്റ്റർ പ്ലാനിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ DPR തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് കഴിഞ്ഞ മാസത്തിലെ ക്യാബിനറ്റ് ആ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകി. അതോടുകൂടി ശബരിമലയുടെ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ കുറെ കൂടി വിപുലവും വിശാലമായ രൂപത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെല്ലാം എടുത്തിട്ടുള്ള നിലപാടുകൾ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 11 വർക്കുകളാണ് ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അലങ്കാര ഗോപുര സമർപ്പണത്തിന്റെ സമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.